നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് നിങ്ങൾ കുറച്ച് നാളായല്ലേ? പലരും ചോദിക്കുന്നുണ്ട്, ഷാജി നമ്മളെ അല്ലേ അതെ അതെ കണ്ടിട്ട് കുറച്ച് നാളായിരുന്നു. വീഡിയോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ സ്ഥിരം വീഡിയോ ഇടുന്നവരല്ല. ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇത് മണി മോട്ടീവായി എന്തെങ്കിലും ചെയ്തേക്കാം എന്ന് ഓർത്ത് ചെയ്യുന്നതല്ല. ഞങ്ങള് ഇവിടെ ഒരു പടം ഷൂട്ടായിരുന്നു. 2-2.5 മാസമായതിന് പുറയിലായിരുന്നു. ഫാൻ ഓഫ് 5 എന്നൊരു സിനിമ ഞങ്ങൾ നിർമ്മിക്കുന്ന പടം. എല്ലാം പിന്നണിയിലും യുവനിരക്കാരാണ് മാത്രം ആ. അണിനിരക്കുന്ന ഒരു സിനിമ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികളുടെ സിനിമയാണ്. വളരെ നല്ലൊരു യങ്സ്റ്റേഴ്സും 3 തലമുറയുടെ കഥയാണ്. നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള വളരെ രസകരമായ സിനിമയാണ്. ഉടനെ അത് റിലീസ് ചെയ്യും. അപ്പൊ അതിന്റെ പണിപ്പുരയിലായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു ബ്രേക്ക് വന്നത്. എന്തായാലും ഞങ്ങളെ ബ്രേക്ക് വന്ന ഇടയ്ക്ക് ഞങ്ങളെ പലരും വിളിക്കുന്നുണ്ടായിരുന്നു. ഈ നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട് ഒരു ലൈംഗിക ആരോപണം വന്നു. അപ്പൊ അതില് ഈ പ്രതികരിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് ഫെമിനിസ്റ്റുകൾ അല്ലേ ഷാജി? അതെ അതെ ഷാജി അത് പറ. ഫെമിനിസ്റ്റുകളെ കാണുന്നില്ല കേരളത്തിൽ. ഫെമിനിസ്റ്റുകൾ ഇല്ല. അതായത് ദിലീപിന്റെ കേസ് ഉണ്ടായി കഴിഞ്ഞപ്പോ ഊണും ഉറക്കവും ഇല്ലാതെ ചാനലുകളിൽ വന്നിരുന്ന് അതിനിശ്ചിതമായിട്ട് ദിലീപിനെതിരെ വർത്താനം പറഞ്ഞവരൊന്നും ഈ ഒരു വിഷയം വന്നപ്പോൾ ഇവരെ ഒന്നും കാണാനില്ല. അതും വർഷങ്ങളായിട്ട് ഊണുമില്ല ഉറക്കമില്ല. 8 വർഷത്തോളം ദിലീപിനെതിരെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഈ ഒരു വിഭാഗം ഈ ഒരു മാസമായിട്ട് രഞ്ജിത്തിന്റെ വിഷയം ഉണ്ടായപ്പോൾ അതിന്റെ നിജസ്ഥിതിയൊക്കെ കോടതി തീരുമാനിക്കട്ടെ, അതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതെ, നമ്മൾ അന്ന് പറഞ്ഞ ഷാജി, ദിലീപിന്റെ കേസിൽ നിയമത്തിന് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടട്ടെ. ഇവിടെ രഞ്ജിത്ത് തെറ്റ് ചെയ്തോ നമുക്കറിയില്ല. അതിന്റെ യാഥാർത്ഥ്യമാണ് പോലീസ് കണ്ടെത്തി കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഫെമിനിസ്റ്റുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, അതേ ഇത് തന്നെയായിരുന്നു വേടന്റെ കാര്യത്തിലും. ഈ ഫെമിനിസ്റ്റുകളിൽ മുഖ്യ കഥാപാത്രം വേടനുമായിട്ട് വേദി പങ്കിടുകയും വേടന്റെ പീഡനം ദിവ്യ പീഡനമാണെന്നുള്ള രീതിയിൽ അവര് ന്യായീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ സമൂഹത്തോട് വേണോ? അത് കേരളത്തിലെ സമൂഹത്തോടെ നമ്മളൊരു പക്ഷം നിൽക്കാൻ പാടില്ല അല്ലെ? നമുക്ക് നിഷ്പക്ഷത വേണം. ആര് തെറ്റ് ചെയ്താലും തെറ്റാ. അത് വലിയവനോ ചെറിയവനെന്നോ താണ ജാതിക്കാരനോ വലിയ ജാതിക്കാരനോ ഒന്നുമില്ല. പക്ഷെ തെറ്റ് ചെയ്താൽ അത് എനിക്ക് ഏറ്റവും ഷാജി ഈ ഫെമിനിസ്റ്റുകൾ മാത്രമല്ല, ഇവിടുത്തെ സാഹിത്യകാരന്മാരെന്തി അല്ലാതെ പ്രത്യേക കാലഘട്ടത്തിൽ പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്ന സാഹിത്യകാരന്മാരാണ്. ഇവർക്കൊന്നും നാളെയില്ലേ? നിങ്ങളെയൊക്കെ കേരളത്തിലെ ജനങ്ങള് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാഹിത്യകാരന്മാര് ദിലീപിന്റെ കേസില് വിധി വന്നു ഒന്നാം തരം ഉടായ്പാണെന്നും ദിലീപിനെതിരെയുള്ള കൊട്ടേഷനാണെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. മുഴുവൻ കള്ളസാക്ഷികൾ എല്ലാം പൊളിച്ചാണ് അടുക്കി. അതിനുശേഷം അയവാഷ് ചെയ്യാൻ വേണ്ടി ഇലക്ഷൻ സമയത്ത് പ്രോസിക്യൂഷൻ അവിടെ പോയി, ഹൈക്കോടതി പോയി. ആ സമയത്ത് കുറെ പോസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ബുദ്ധിജീവികളുടെ. ശരിയാ, ബുദ്ധി കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ബുദ്ധിജീവികൾ തുടങ്ങി. ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരെയാണ് ബുദ്ധിജീവികൾ അന്നം ഭക്ഷിക്കുന്നത്. അല്ലാതെ ഇവർക്ക് ബുദ്ധിയുണ്ടോ? ഇവരെല്ലാം ഒരു പക്ഷമാ. അത് പാടില്ല. ഞങ്ങളൊരു പക്ഷമാ അല്ലല്ലോ. ആര് തെറ്റ് ചെയ്താലും ഉപ്പ് നോക്കും വെള്ളം കുടിക്കണം ഷാജി. അതെ സാറ് ചാനലിൽ 2017 മുതൽ ഈ സംഭവങ്ങളുടെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം ഞാനത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്തെങ്കിൽ ദിലീപ് ശിക്ഷിക്കട്ടെ, അതിനു മുമ്പ് എന്തിനാണ് മുൻവിധി? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഷാജി, എനിക്കതറിയാം ദിലീപ് തെറ്റ് ചെയ്തിട്ടെന്ന് അറിയാൻ കാരണം നമ്മൾ വരുന്ന മേഖല സിനിമാ മേഖല. അവിടെ നടന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നും അവിടെ നടന്ന നാടകങ്ങൾ എന്താണെന്നും നമുക്കറിയാം. ഇപ്പൊ തന്നെ ഇവിടെ ഈ ദിലീപിനെതിരെ വന്ന ഫെമിനിസ്റ്റുകളും ഒരു ഗ്രൂപ്പുണ്ട്. അവരാരും മിണ്ടുന്നില്ല. അവര് പക്ഷെ ഇവിടെ ഇല്ല, സ്ഥലം കാശിക്ക് പോയി. അല്ല, അതൊക്കെ എന്ന് പറയും ഇതിനകത്ത് വേറെ രഞ്ജിത്തിനെതിരെ മൂവ് ചെയ്താൽ വേറെ ചില്ലറയൊന്നും തടയത്തില്ലായിരിക്കും. അതല്ലെന്നേ, രഞ്ജിത്തിനോട് ഇവർക്ക് വിരോധമില്ല. ദിലീപിനോട് വിരോധമാണ്. ദിലീപ് അത്രയും വളർന്നിരിക്കുകയാണ്. വളർന്ന് ദിലീപിനോട് വിരോധം ഉള്ളവരുടെ സ്ഥായി പിടിച്ചു പറ്റാൻ വേണ്ടി അന്നം കിട്ടുന്നുണ്ട്. ദിലീപിന്റെ ശത്രുക്കളെ അന്നം കിട്ടുന്നുണ്ട്. ഇപ്പൊ ആർക്കും രാജിവെക്കണ്ട, കരയണ്ട, മറ്റേ കറുത്ത സാരി കൊടുക്കണ്ട, ഒന്നും വേണ്ട, കണ്ണാടി മേലോട്ട് വെക്കണ്ട. അപ്പൊ നമുക്ക് ഫെമിനിസ്റ്റുകളെ എങ്ങനെ പറയേണ്ടത്? ഫെമിനിസ്റ്റുകളെ കമ്പിളിപ്പുതപ്പ് എന്നാ പറയേണ്ടത്. നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറയണം, ആര് തെറ്റ് ചെയ്താലും തെറ്റല്ലേ. ഹു ആർ മേ ബി ആൻഡ് വാട്ട് എവർ മേ ബി, തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയണം. തന്റെ ഇടം നിങ്ങൾക്ക്. അപ്പോഴാണ് നിങ്ങൾ നിഷ്പക്ഷമായി കേരള ജനത വിലയിരുത്തുന്നത്. മറിച്ച് ഇതാരാണ് ആളെ നോക്കി തരം നോക്കി
സംസാരിക്കുകയും തങ്ങളുടെ അഭിപ്രായ പ്രകടനം നടത്തുകയും തങ്ങളുടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇത്തരം അവസരങ്ങൾ വിനിയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. തീർച്ചയായിട്ടും അല്ലാതെ ഫെമിനിസത്തെ നമ്മൾ എതിർക്കുന്നില്ല. ഒരിക്കലും അത് അവരുടെ ആറ്റിറ്റ്യൂഡാ. പക്ഷെ മറിച്ച് ഒരേ ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെ തരം തിരിക്കരുത്, ക്ലാസിഫൈ ചെയ്യരുത്. ക്ലാസിഫൈ ചെയ്തിട്ട് ഇവനാകാം കുഴപ്പമില്ല, മറ്റവരാകുമ്പോൾ അത് പറ്റത്തില്ല, കുഴപ്പമില്ല, അത് സമൂഹം നശിക്കും, അത് വിശുദ്ധ പീഡനം, ദിവ്യ പീഡനം. ദിവ്യപീഡനം. പിന്നെ വേറെ കാര്യമുള്ളത്, ഈ ഫെമിനിസത്തിന്റെയും മറവില് ഇവർക്ക് ഇവരുടെ വൈരാഗ്യം തീർക്കുക. അല്ലാതെ ഈ ആശയത്തോടോ ഇങ്ങനെയുള്ള ആക്രമിക്കപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികളോടൊന്നും ഇവർക്ക് ഒരു യാതൊരു വിധത്തിലുള്ള കരുണയോ കരുതലോ ഒന്നുമില്ല. ഇതൊരു മറയാക്കി, ഇതൊരു കാരണമാക്കി മറ്റുള്ളവരെ ആക്രമിക്കാനും ഇല്ലാതാക്കാനും ഉള്ള ഒരു വേദിയാക്കി, ഒരു കാരണമാക്കി ഇത്തരം സംഭവങ്ങളെ മാറ്റുന്നു എന്ന് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഫെമിനിസ്റ്റുകളെ കുറിച്ച് നമുക്ക് ഇനി വല്ലതും പറയാനുണ്ട്. ഇനി അടുത്ത പരിപാടിയാണെങ്കിൽ ഇറങ്ങും, അടുത്ത ഏതെങ്കിലും സ്ഥലത്തുള്ള പീഡനം വന്നാല് ഇവരുടെ ആളാണെന്ന് നോക്കും, ഇവരുടെ ആളല്ല, ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വൈരാഗ്യമുള്ളവരാണെന്ന് നോക്കും, ഉടനെ ചാടി വീഴും. കേരളത്തിലെ അതല്ല, നമ്മളിപ്പോ വീഡിയോ ചെയ്യാനിട്ട് ഇപ്പൊ രഞ്ജിത്തിന്റെ പ്രശ്നം ഉണ്ടായി. നമ്മൾ പറഞ്ഞില്ല, രഞ്ജിത്തിന്റെ പ്രശ്നത്തിൽ തെറ്റ് രഞ്ജിത്ത് ചെയ്തിട്ടുണ്ട് ഇല്ലയോ എന്ന് നമ്മൾക്ക് പ്രശ്നമല്ല, അത് തീരുമാനിക്കാൻ നമ്മൾ ആരുമല്ല. നമ്മൾ പബ്ലിക് ഒപ്പീനിയന്റെ ഭാഗമായി അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെ നമ്മളില്ല. കാരണം എന്താ, പ്രൂവ് ചെയ്യപ്പെടണം. അയാൾ പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ളത്, എന്തുവാട്ടെ. പക്ഷേ നമുക്ക് പ്രഥമ ദൃഷ്ടി അദ്ദേഹം തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നു. ഇതൊന്നും നമ്മൾ പറയില്ല, അല്ല രഞ്ജിത്തിന് നമ്മുടെ സൈഡൊന്നും അല്ല. ഇനി ബാക്കി ഫൈനൽ വെർഡിക്റ്റ് വരേണ്ടത് കോടതിയുടെ ഭാഗത്തു നിന്നാണ്, അല്ലേ? അപ്പൊ നമ്മൾ തെറ്റ് ആണെന്ന് പറയണം. പുള്ളിയുടെ മൊത്തത്തിലുള്ള ഒരു പരുവക്കേട് കണ്ടിട്ട് ഇയാൾ അത്ര നല്ല ശരിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടൊന്നുമില്ല. ആണോ, ഞങ്ങൾ തുറന്നു പറഞ്ഞില്ലേ, ആ പല ആരോപണങ്ങളായി, പല ആരോപണങ്ങളായി. ഒരാരോപണമാണ് പോട്ടെ, പല ആരോപണമാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യും, ഇദ്ദേഹത്തിന്റെ പേരില് അല്ലേ എന്തോ ഒരു സംതിങ് ബിഹൈൻഡ് ദ കർട്ടൻ. അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കില്ല. ഇന്നത് കോടതി പറയട്ടെ. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, മുക്കിന് ഓരോ സമയത്തും ദിലീപിന് വേണ്ടി കരഞ്ഞു പറഞ്ഞവരും പത്രസമ്മേളനത്തിൽ കരയുന്നു, പിന്നെ കറുത്ത സാരി കൊടുക്കുന്നു, പല പരിപാടികൾക്കും പോകാതിരിക്കുന്ന കുറെ ഫെമിനിസ്റ്റുകളുണ്ട്. ഈ ഫെമിനിസ്റ്റുകളൊക്കെ എവിടെയാണ്? ഇവിടുത്തെ സാഹിത്യകാരന്മാര്, നിങ്ങൾക്ക് നാണല്ലേ സാഹിത്യം? നിങ്ങൾ ആരാ സാഹിത്യകാരന്മാരാക്കി? സാഹിത്യം എന്നൊക്കെ പറഞ്ഞ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അതൊരു സംസ്കാരമാണ്, അതൊരു നവോത്ഥാനത്തിന്റെ ഭാഗം. അല്ല സാറേ, ഈ ഒരു ദിലീപിന്റെ വിഷയത്തോടുകൂടിയാണ് ഈ WCC എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ ഈ അമ്മയ്ക്കകത്തുനിന്ന് പിരിഞ്ഞു പോയി എനർജി ഒന്ന് ആലോചിച്ച് നോക്കണം. അവര് പോലും ഇല്ല, അവര് പറഞ്ഞു അവര് ജസ്റ്റ് ഒരു ഞങ്ങളൂടെ ഉണ്ടേ അറിയിച്ചു. നമ്മളിതാ പറയുന്നത്, WCCക്ക് മേളിൽ നമ്മൾ പറയാണ്. ഇപ്പൊ WCCയിലെ മെമ്പർമാരായിട്ട് ചേംബറിൽ നിന്ന് വർക്ക് ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിച്ച ആളാണ് 2 വർഷം ഞാൻ. അവർക്കറിയാം, അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. WCCയിലെ മെമ്പർമാര് സജിത മഠത്തിൽ ഉൾപ്പെടെയുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്ര നല്ലൊരു ക്യാരക്ടറാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. 2 വർഷം ഞങ്ങൾ ചേംബറിൽ ഈ IC കമ്മിറ്റിയിലുണ്ടായിരുന്നു, ഞാൻ ചേംബർ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ പക്ഷാഭേദമൊന്നുമില്ല, തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടണം. അപ്പൊ ദിലീപ് എന്നല്ല ആരാണ് നമ്മൾ അന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഇവരാണ് ശരിക്കും പക്ഷാഭേദം കാണിക്കുന്നത്, നമ്മളല്ല, അല്ലേ? അപ്പൊ ഇവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്റെ പൊന്ന് ഫെമിനിസ്റ്റുകളെ, എന്റെ പൊന്ന് എന്റെ സാഹിത്യകാരന്മാരെന്ന് പറയേണ്ട കാര്യമില്ല, ഇവരെ കാര്യം സാഹിത്യകാരന്മാർ, അതെ. നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങളോട് പരമ പുച്ഛവാ. കേരളത്തിലെ ജനങ്ങള് ഒത്തിരി പേര് ഞങ്ങളെ വിളിച്ചതിന്റെ പേരിൽ ഈ എപ്പിസോഡ് ഞങ്ങൾ ചെയ്തത്. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ 2 മാസം എപ്പിസോഡ് ചെയ്തിട്ട്. അപ്പൊ എന്തായാലും ഫെമിനിസ്റ്റുകളും സാഹിത്യകാരന്മാരോട് ഒരിക്കൽ കൂടെ പറയട്ടെ, കമ്പിളിപ്പുതപ്പ്. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. കഴിവതും ഷെയർ ചെയ്യുക, അല്ലെ, സബ്സ്ക്രൈബ് ചെയ്യുക.